പരിശുദ്ധരായ മുഅ്മിനീങ്ങളെ, ചരിത്രം സംസാരിക്കുന്ന ദിനത്തെക്കുറിച്ച് നാം ഒരുപാട് പറഞ്ഞു. അതിൽ നാം പറഞ്ഞ ഒരു വിഷയമാണ് ഫിർഔനിന്റെ ചരിത്രം. ആ ഫിർഔനിന്റെ ചരിത്രത്തിൽ നമുക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന പല സ്ഥലങ്ങളിലും ഇബ്ലീസിന്റെ ചരിത്രവും പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറയുന്ന പല സ്ഥലങ്ങളിലും നമ്രൂദിനെ കുറിച്ച് പറയുന്നുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഫിർഔനിനെ പറ്റിയും പറയുന്നു. ഖുർആനിന്റെ 27 അധ്യായങ്ങളില് 47 സൂക്തങ്ങളിലൂടെ 74 സ്ഥലത്താണ് ഫിർഔനിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സത്യനിഷേധം ഉപകരിക്കും. പ്രവാചകന്മാരെ കുറിച്ച് കൂടുതൽ അറിയാൻ അവരുടെ എതിരിലുള്ള ധിക്കാരികളുടെ ചരിത്രം ഉപകാരപ്പെടുന്നുണ്ട്. ഫിർഔനിനെ കുറിച്ചുള്ള പഠനം എല്ലാ ധിക്കാരിയെ പറ്റിയുമുള്ള പഠനത്തിന് സഹായകമാകും. ഫിർഔൻ എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, ഒരു സ്ഥാനത്തിന്റെ പേരാണ് ഫിർഔൻ എന്നുള്ളത്. അഥവാ മിസ്ർ ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്ക് പറയുന്ന പേരാണ് ഫിർഔൻ എന്നത്. കോഴിക്കോട് ഭരണാധികാരികൾക്ക് സാമൂതിരി എന്ന് പറയുന്നത് പോലെ ലഫ്ളു ഫിർഔൻ, ഫിർഔൻ എന്ന പദം യുത്ലഖു എന്ന് പറയപ്പെടുന്ന കുല്ലിമൻ മലക മിസ്ര മിനൽ ഖുദമായി, മിസ്ർ രാജ്യത്തെ ഭരിച്ചിരുന്ന പഴയ ആളുകൾക്കും പറയപ്പെടുന്ന പേരാണ് ഫിർഔൻ എന്ന പദമെന്ന് മഹാന്മാർ പറയുകയാണ്. മിസ്ല കിസ്റാലിൽ ഫർസി, പേർഷ്യക്കാരുടെ ഭരണാധികാരികൾക്ക് കിസ്റ എന്ന് പറയുന്നത് പോലെ കൈസർ റോം, റോം ഭരിച്ചിരുന്നവർക്ക് കൈസർ എന്ന് പറയുന്നത് പോലെ നജാഷിൽ ഹബഷ അബ്സിനിയ ഭരിച്ചിരുന്നവർക്ക് നജാഷി എന്ന് പറയും പോലെ മൂസൽ മദ്കൂർ ഫിൽ ഖുർആൻ വാഹിദും മിൻഹും, അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള ഫിർഔന്, കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുമ്പോഴുള്ള ഫിർഔനല്ല, കടലിൽ മുക്കപ്പെട്ട ഫിർഔൻ എന്ന് പറയപ്പെടുന്നുണ്ട്. അഥവാ ആദ്യ ഫിർഔൻ റംസീസുൽ അക്ബർ എന്ന ഫിർഔനാണ്. അയാൾ മരണപ്പെട്ടതിന് ശേഷമാണ് അയാളുടെ മകൻ ഫിർഔനായി അവരോധിതനായത്. ഇങ്ങനെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്നാൽ എല്ലാ ഭരണാധികാരികളെയും ഉദ്ദേശിച്ചുകൊണ്ട് ഫിർഔൻ എന്ന ഒറ്റപ്പദം തന്നെയാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. മിസ്ർ ഭരിച്ച അധിക ഫിർഔന്മാരും അക്രമികളായതിനാൽ തന്നെ മുഴുവൻ അക്രമികൾക്കും ഉപയോഗിക്കുന്ന ഒരു പദമായി ഫിർഔൻ എന്ന വാക്ക്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂജഹലിനെ പറ്റി ഈ ഉമ്മത്തിന്റെ ഫിർഔൻ എന്ന് പറഞ്ഞത്. قال المسعودي പറയുന്നുണ്ട്, لا يعرف لفرعون تفسير بالعربية. ഫിർഔൻ എന്നത് പദത്തിന് അറബിയിൽ വ്യാഖ്യാനങ്ങൾ ഉള്ളതായിട്ട് അറിവില്ല. വഖാലൽ ജൗഹരി പറയുന്നുണ്ട്, കുല്ലായത്തിൻ ഫിർഔൻ, എല്ലാ ധിക്കാരിയും ഫിർഔനാണ്. വൽഉതാതു ഫർആന വഹുവ ദു ഫർആനത്തിൻ ഐ ദഹാഉ വമക്ർ, ചതിയുള്ള ആളുകൾക്കാണ് പ്രയോഗം പറയുന്നത്. അതുകൊണ്ടാണ് വഫിൽ ഹദീസിൽ പറഞ്ഞത് അഖദ്നാ ഫിർഔന ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഫിർഔനെ നാം പിടിച്ചു എന്ന് പറഞ്ഞാൽ അബൂജഹലിനെ കുറിച്ചാണത്. ഫിർഔൻ ചെയ്ത ഏറ്റവും വലിയ അതിക്രമം എന്താണ്? അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന് വാദിച്ചതാണ്. അവന്റെ എല്ലാ അതിക്രമങ്ങൾക്കും അത് ന്യായമായി വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. ഫഖാല, ഫിർഔൻ പറഞ്ഞത്, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവ്. സൂര്യനെ ആരാധിച്ചിരുന്ന കിബിത്തികളായ ആളുകൾക്ക് ചില മൂഢവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അഥവാ മിസ്ർ ഭരിക്കുന്ന ഫിർഔന്മാർ സൂര്യന്റെ ഭൂമിയിലെ പ്രതിനിധികളാണെന്നും അവരിൽ ഒരാൾ മരിച്ചാൽ ആ പ്രാതിനിധ്യം അടുത്ത ഫിർഔനിലേക്ക് മാറുമെന്നും അതിനാൽ ഫറോവമാർക്ക് മാന്ത്രിക കഴിവുണ്ടെന്നും അവർ ധരിച്ചു വച്ചിട്ടുണ്ട്. ഈ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്നതിനാണ്
ഫിർഔൻ എന്ന വാചകം ഞാനിവിടെ പറഞ്ഞത് ഞങ്ങൾ ദൈവത്തിന്റെ പ്രത്യേക ജനവിഭാഗമാണെന്നും അവതാരങ്ങൾ ആണെന്നും വാദിച്ച് മറ്റുള്ളവരെ കിയാളന്മാരാക്കി അടിമകളാക്കി പണിയടിച്ച് സുഖിക്കുന്ന ജാതി വ്യവസ്ഥ തന്നെയാണ് ഫിർഔനും പറ്റിയിരുന്നത്. തീർത്തും ബുദ്ധിരഹിതവും മാനുഷിക വിരുദ്ധവുമായ ഈ ആശയം ആവർത്തിച്ച് പറഞ്ഞ് പൊതുബോധമായി മാറ്റിയെടുക്കുന്നതിൽ മേൽജാതിക്കാർ വിജയിച്ചു. അതുപോലെ ഫിർഔനും വിജയിച്ചു. അടിമകളായി ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ബനു ഇസ്രായേലിൽ പോലും ഫിർഔൻ മരിക്കില്ല എന്ന് വിശ്വസിച്ചു പോയി എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ടാണ് മരിച്ച ഫിർഔന്റെ ജഡം ബനു ഇസ്രായേലിൽ കാണിച്ചു കൊടുക്കേണ്ടി വന്നത്. മേൽജാതിക്കാർ പറയുന്നത് കീഴ്ജാതിക്കാർ വിശ്വസിക്കുന്നത് പോലെ ശേഷം വരുന്നവർക്ക് ദൃഷ്ടാന്തമാവാൻ വേണ്ടി ഫിർഔനിന്റെ ശരീരം നാം രക്ഷപ്പെടുത്തും. ജനങ്ങളിൽ നിന്ന് അധിക പേരും നിശ്ചയമായും നമ്മുടെ ദൃഷ്ടാന്തത്തെ തൊട്ട് അശ്രദ്ധരാണ്. ഇതിന്റെ വിശദീകരണത്തിലാണ് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നത്, ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് നാം അവനെ രക്ഷപ്പെടുത്തും. വദാലികന്ന ബനു ഇസ്രായീൽ ലം യുസദ്ദിഖു അന്ന ഫിർഔന ഉരിക്കാം, ഫിർഔൻ മുങ്ങി മരിച്ചു എന്ന് ബനു ഇസ്രായേലിൽ വിശ്വസിച്ചിരുന്നില്ല. വഖാലു, അവർ പറഞ്ഞിരുന്നത് ഹുവ അഅലമു ശഹനം മിൻ ദാലിക, വലിയ മഹാനാണ് അദ്ദേഹം, അങ്ങനെ മരിക്കൂല. ഫഅൽഖാഹു അല്ലാഹു തആല നജ്വത്തിൻ മിനൽ അർള്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ മുകളിലേക്ക് അവനെ കൊണ്ടുവന്നിട്ടു. ഐ മകാനിൻ മുർതഫിയ മിനൽ ബഹർ, സമുദ്രത്തിന്റെ മുകളിൽ ഉയർന്ന സ്ഥലത്ത് കൊണ്ടുവന്നിടുകയാണ്. ഹത്താ ഷാഹദു, അവർ സാക്ഷ്യം വഹിക്കുന്നത് വരെ. ഇസ്രായേലിയർക്ക് മാത്രമല്ല ശേഷം വരുന്ന ജനങ്ങൾക്ക് കൂടി ഗുണപാഠമാകാൻ ജീവനില്ലാത്തവന്റെ ശരീരം നിലനിർത്തും എന്നും ഈ ആയത്തിന് വിശദീകരണം ഉണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ തന്റെ തഫ്സീറിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം. ഖുർത്തുബി തങ്ങൾ തന്നെ പറയുന്നു, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നഹും ലമ്മാ ദറഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഖേദിച്ചപ്പോൾ യസ്അലൂനഹു മുശാഹദത ഫിർഔന ഗരീക, ഫിർഔനെ മുക്കി നശിപ്പിച്ചു, മുങ്ങി മരിച്ചതാണ് എന്ന് നേരിട്ട് കാണണമെന്ന് അവർ ചോദിക്കുകയുണ്ടായി. അബ്റസഹു ലഹും, അങ്ങനെ അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. ഫറഔ ജസദൻ ലാ റൂഹ ഫീ, ആത്മാവില്ലാത്ത ശരീരത്തെ അവർ കണ്ടു. ഫലമ്മാ റഅതുഹു ബനു ഇസ്രായീൽ, ബനു ഇസ്രായേലുകൾ അത് കണ്ടപ്പോഴാണ് അവർ പറഞ്ഞത്, നാം യാ മൂസാ ദാ ഫിർഔൻ വഖദ് ഗുലിഹ്, ഇതാണ് ഫിർഔൻ മുക്കി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, മുങ്ങി നശിച്ചിരിക്കുന്നു, മുങ്ങി മരിച്ചിരിക്കുന്നു എന്നവർ. ഫഖറജ ശഖ്ഖു മിൻ ഖുലൂബിഹിം, അവരുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് സംശയമങ്ങ് നീങ്ങിപ്പോകുകയാണ്. വബ്തലഅൽ ബഹ്റു ഫിർഔന, ഫിർഔനെ പിന്നീട് സമുദ്രം വിഴുങ്ങുകയാണ്. കമാഖാൻ, അങ്ങനെയാണ് ഉണ്ടായത്. ഫഅലാ ഹാദാ നുനജ്ജീക ബിബദനിക് ഇഹ്തമല മഅനൈനി, രണ്ട് മഅനകൾക്ക് സാധ്യതയുണ്ട്, രണ്ടർത്ഥത്തിന് സാധ്യതയുണ്ട്. ഒന്നാമത്തെ അർത്ഥം നുൽഖീക അലാ നജ്വത്തിൻ മിനൽ അർള്, ഭൂമിയിൽ നിന്ന് ഉയർന്ന സ്ഥലത്തേക്ക് പുറത്തു കൊണ്ടുവന്നു കാണിച്ചു കൊടുത്തു. രണ്ടാമത്തത് നുൽഹിറു ജസദകല്ലദീ ലാ റൂഹ ഫീ, അവന്റെ ആത്മാവില്ലാത്തവന്റെ ശരീരത്തെ എവിടെ വ്യക്തമാക്കി കൊടുക്കുമെന്നും. അതായത് ഈജിപ്ത് മ്യൂസിയത്തിൽ ഇപ്പോഴും അവന്റെ ജഡമുണ്ടല്ലോ. അങ്ങനെ തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ജാതി കോമരങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫിർഔന് മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. തമ്മിലടിപ്പിക്കലായിരുന്നു അതിലെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി, തീർച്ചയായും ഫിർഔൻ ഭൂമിയിൽ അതിക്രമങ്ങൾ അയച്ചുവിട്ടു. വജഅല അഹ്ലഹ, അവന്റെ ആളുകളെ അവനാക്കി ശിയാ, പല വിഭാഗങ്ങളാക്കി കക്ഷികളാക്കി മാറ്റുകയാണ്. യസ്തളിഫു ത്വായിഫതം മിൻഹും, അവരിൽ ഒരു വിഭാഗം ബലഹീനരാക്കുകയാണ്. യുദബ്ബിഹു അബ്നാഅഹും, അവരുടെ ആൺമക്കളെയൊക്കെ വധിക്കുന്നു, അറുക്കുകയാണ്. വയസ്തഈ നിസാഅഹും, അവരുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുന്നു. ആൺമക്കളെയൊക്കെ എന്ത് ചെയ്യുന്നു? അറുത്തു കളയുന്നു, കൊല്ലപ്പെടുന്നു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ നശീകരണത്തിൽപ്പെട്ടവനാണ്, നാശകാരികളിൽപ്പെട്ടവനാണ്.
ഇതിന്റെ വിശദീകരണത്തിന് ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട്, വജഅല അഹ്ലഹാ ശിയ ഐ ഫിറഖ, പല വിഭാഗങ്ങളാക്കി, യുശയ്യുനഹു അലാമാ യുരീദ്, അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളുടെ വ്യാപിപ്പിക്കാൻ വേണ്ടി, വയുതീഉനഹു അവനെ അനുസരിക്കാൻ വേണ്ടി ആളുകൾ, ലാ യംലികു അഹദും മിൻഹും മുഖാലഫത, അവന്റെ എതിരിൽ ആരും തന്നെ അധികാരം നടത്തി വരാതിരിക്കാൻ വേണ്ടി. അങ്ങനെ വരികയില്ലല്ലോ, അതിനുവേണ്ടിയാണ് അവൻ പല വിഭാഗങ്ങളാക്കി മാറ്റിയത്. യുശയ്യഉ ബഅ്ലുഹും ബഅ്ലാ ഫി ഇസ്തിഖ്ദാമി, അവന് ഖിദ്മത്ത് ചെയ്യുന്ന, അവനെ പരിചാരിക്കുന്ന സേവകരായി ചിലരെ ആക്കുകയാണ്. ഔ അസ്നാഫൻ ഫി ഇസ്തിഖ്ദാമി, ഈ ഖിദ്മത്തിൽ തന്നെ പല വിഭാഗങ്ങളാക്കി മാറ്റി. ഔ ഫിറഖൻ മുഖ്തലിഫതൻ, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു വിഭാഗമാക്കി. ഖദ് അഅറാ ബൈനഹുമുൽ അദാവ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിന്റെയും മറ്റുടെയും പേര് പറഞ്ഞുകൊണ്ട് വിദ്വേഷം ഇട്ടുകൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ അവൻ ചെയ്തതിൽ യകൂനൂ ലഹു അത്വാ, അവരെല്ലാവരും അവനെ അനുസരിക്കാൻ വേണ്ടിയാണ്. തന്നെ എതിർക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രയടിക്കുകയും അത് രാജ്യത്താകെ പ്രചരിപ്പിക്കുകയും അതിലൂടെ വിദ്വേഷ പ്രചരണത്തിലൂടെ അധികാരം നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് സാരം. ന്യൂനപക്ഷമായ ജനതയെ നിലക്ക് നിർത്തേണ്ടത് ഭൂരിപക്ഷത്തിന്റെ ആവശ്യമാണെന്ന നിലയിലും പ്രചരണം നടത്തിയിട്ടുണ്ട്. സൂറത്തു ശുഅറായിൽ അതാണ് പറയുന്നത്, ഫർസല ഫിർഔനു ഫിൽ മദാഇനി ഹാശിരീൻ, ഫിർഔൻ അയക്കുകയാണ് പല നാടുകളിൽ ഹാശിരീൻ, വിളിച്ചു കൂട്ടാൻ വേണ്ടി പല നാടുകളിലേക്ക് അയക്കുകയാണ്. ഇന്ന ഹഉലാഇ ലശിർദിമതുൻ ഖലീലൂൻ, കുറച്ചുപേർ മാത്രമുള്ളൊരു സംഘമാണ് ഇവര്. തീർച്ച വഇന്നഹും ലനാ ലഗായിദൂൻ, തീർച്ചയായും അവർ നമ്മെ ലഗായിദൂൻ, അരിശം കൊള്ളിക്കുന്നവരാണ്. വഇന്നാ ലജമീഉൻ ഹാദിറൂൻ, മാത്രമല്ല നാം സംഘടിതകളും ജാഗരൂകരുമായിരിക്കണമെന്ന് ഫിർഔൻ അവരോട് പറയുകയാണ്. എന്നാൽ ഫിർഔനിന്റെ എല്ലാ കുതന്ത്രങ്ങളെയും അല്ലാഹു പരാജയപ്പെടുത്തി. അവൻ എല്ലാ ധിക്കാരികൾക്കും പാഠമായി മാറി. ഫിർഔനിന്റെ ചരിത്രവും ആവർത്തിക്കപ്പെടും. ഏത് ധിക്കാരിയും ചരിത്രത്തിന്റെ പട്ടടയിൽ ഇല്ലാതെയാവും. അതുതന്നെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമോഫിദ് വളർത്തുന്ന വാർത്തകളാണ് എവിടെയും മുസ്ലിമീങ്ങളെ എല്ലാം തട്ടിപ്പറിച്ച് എടുക്കുകയാണ്. അവർ പെറ്റുപെരുകി പ്രബലരാവുകയാണ് തുടങ്ങിയ പ്രചരണങ്ങൾ എവിടെയും കാണാം. എന്നാൽ സത്യം പരാജയപ്പെടില്ല. അത് ജനം തിരിച്ചറിയുന്നില്ലെങ്കിൽ നാളെ അതിന്റെ ലക്ഷണങ്ങളാണ് നാം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ടോ ഫഅഖ്റജ്നാഹും മിൻ ജന്നാതിൻ വഅയൂൻ, അങ്ങനെ അപ്പോൾ അവരുടെ തോട്ടങ്ങളിൽ നിന്നും നീരുറവകളിൽ നിന്നും നാം അവരെ പുറത്താക്കിയുള്ള പറയാണ്. വകുനൂസിൻ വമഖാമിൻ കരീം, വലിയ വലിയ മാളികകളും സ്വർണങ്ങളും പട്ടുകളും ഒക്കെ ഉണ്ടായിരുന്ന, പത്തുമത്തകൾ ഉണ്ടായിരുന്നവരെ നിധികളിൽ നിന്നും മാന്യമായ സ്ഥലങ്ങളിൽ നിന്നും അവരെ പുറത്തിറക്കുകയാണ്. കദാലിക, അപ്രകാരമാണ് നമ്മുടെ നടപടി. വഔറസ്നാഹാ ബനി ഇസ്രായീൽ, അതൊക്കെ ഇസ്രായേൽ സന്തതികൾക്ക് അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്ന് സൂറത്തു ശുഅറായിൽ വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ളതാണ്. അതായത് ദുരന്തങ്ങൾ വരുമ്പോൾ നാം ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മപ്പെടുത്തലുകളാണ് ദുരന്തങ്ങൾ. ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ദുരന്തങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം വിപത്തുകൾ മനുഷ്യരിലേക്ക് ഇറങ്ങുന്നത് കാരണം മനുഷ്യർ പ്രവർത്തിച്ചത് തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ കരങ്ങൾ കൊണ്ടാണ് സമുദ്രത്തിലും കരയിലും അല്ലാഹു ഇവിടെ ഫസാദ് പ്രകടമാക്കുന്നത്. അത് ഭൂമിക്കുൽക്കമായിട്ടും ഉരുൾപൊട്ടലായിട്ടും മറ്റുള്ളതായിരിക്കുന്ന വിഷയങ്ങളായിട്ടും ഇരുലോകത്തും പാപങ്ങൾ നിമിത്തമാണ് വിപത്തുകൾ ഉണ്ടാകുന്നത്. ശരീരത്തിൽ വിഷം പ്രവർത്തിക്കുന്നത് പോലെ പാപങ്ങൾ മനുഷ്യനെ വല്ലാതെ ഉപദ്രവിക്കും. ആനന്ദത്തിന്റെയും സുഖലോലുപതയുടെയും ഗേഹത്തിൽ നിന്ന് വേദനകളുടെയും ദുഃഖത്തിന്റെയും പരീക്ഷണങ്ങളുടെയും ഈ മണ്ണിലേക്ക്
ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വാ ബിബി റളിയല്ലാഹു അൻഹയെയും നയിച്ചത് പാപമല്ലാതെ മറ്റെന്തായിരുന്നു? അള്ളാഹു ഇബ്ലീസിനെ ആകാശത്തിലെ സാമ്രാജ്യങ്ങളിൽ നിന്നും പുറത്താക്കി ശപിക്കുകയും രൂപമാറ്റം ചെയ്യുകയും ജ്വലിക്കുന്ന അഗ്നിയുടെ ഇമാമാക്കി തീർത്തതിന്റെ കാരണം എന്തായിരുന്നു? പാപം തന്നെ. പർവ്വത ശിഖരങ്ങൾ പോലും മുങ്ങിപ്പോകുമാർ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് പ്രളയം ഉണ്ടായ അതിന്റെ കാരണം എന്തായിരുന്നു? ആദ് സമുദായത്തിന്റെ മേൽ ഭീമമായ കാറ്റിന് ആധിപത്യം നൽകിയതാരാണ്? എന്തിനാണത്? ഹൃദയങ്ങൾ ഉള്ളിൽ വെച്ച് തന്നെ പൊട്ടിപ്പോകുമാർ ഒരാളും ശേഷിക്കാതെ ചത്തൊടുങ്ങാൻ കാരണമായ ഘോര ശബ്ദം സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിച്ചത് അതിന്റെ കാരണം എന്തായിരുന്നു? ലൂത്ത് നബിയുടെ ജനതയെ പലതരം ശിക്ഷകളിലൂടെ നശിപ്പിച്ചത്, നാടിനെ കീഴ്മേൽ മറിച്ചത് എന്തിനായിരുന്നു? ഫിർഔനും, അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞു ഫിർഔനും സൈന്യവും മുങ്ങി നശിച്ചത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ശേഷം പല തലമുറയെയും ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവന്റെ കൽപ്പനകളെ കഴിയൊഴിഞ്ഞതുകൊണ്ടും നിഷിദ്ധങ്ങളെ സമീപിച്ചതുകൊണ്ടല്ലാതെ മറ്റെന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഹദീസിൽ, ഇദാ ദഹറത്തിൽ മഅസി ഫീ ഉമ്മത്തി അമ്മഹുമുല്ലാഹു ബിഅദാബിൻ മിൻ ഇൻദിഹി അമാ ഫീഹിം സാലിഹൂൻ ഖാല ബലാ ഖാലത് فكيف يصنع أولئك قال يصيبهم ما أصاب الناس ثم يسيرون إلى مغفرة من الله ورضوان. മുസ്ലിം ഹബീബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടതായി പറയുന്നുണ്ട്, എന്റെ സമുദായത്തിൽ തിന്മകൾ വ്യാപകമായാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശിക്ഷ അവരെ ബാധിപ്പിക്കുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ, ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അന്നേ ദിവസം അവരിൽ നല്ല ആളുകൾ ഉണ്ടാവില്ലേ? അതേ, ഉണ്ടാകും. ഞാൻ ചോദിച്ചു, അവരിൽ എന്തായിരിക്കും നടപ്പിലാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറ്റു ആളുകൾക്ക് ബാധിച്ചത് അവർക്കും ബാധിക്കുമെന്നതാണ്. ശേഷം അവർ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും തൃപ്തിയിലേക്കും മടങ്ങുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഖ്ബർനി മാ സമിഅഹു മിൻ റസൂലില്ലാ അന്നഹു കാന യഹ്ലികന്നാസു ഹത്താ യുഅ്ദിറു മിൻ അൻഫുസിഹിം. ജനങ്ങൾ സ്വന്തത്തിന് ശിക്ഷയ്ക്കുള്ള കാരണമുണ്ടാക്കുന്നത് വരെ ശിക്ഷിക്കപ്പെടുകയില്ല. ഇത്തരം ശിക്ഷകളും പരീക്ഷണങ്ങളും ഒരിടത്തിൽ കാരുണ്യം കൂടിയാണ്. അള്ളാഹുവിലേക്ക് മടങ്ങാൻ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുമ്പോൾ അതിന് ചെവി കൊടുക്കാതെ മാറിപ്പോകുന്നവരില്ലേ, എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും ഉപദേശിക്കണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നവർ. ഇത് അവിശ്വാസികളുടെ സ്വഭാവമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഉത്ബോധനങ്ങൾ ഒരു മനുഷ്യന് സ്വീകരിക്കാൻ കഴിയുന്നത് പ്രധാനമായും 2 ഗുണങ്ങൾ അവനിൽ ഉണ്ടാകുമ്പോഴ. ഒന്നാമത് ഹൃദയമുണ്ടാവണം, അതായത് ചിന്തിക്കുന്ന ഒരു ഹൃദയമുണ്ടാവണം. അത്തരം ആളുകൾക്ക് മാത്രമാണ് ഉത്ബോധനങ്ങളും പൂർവീകരുടെ ചരിത്രങ്ങളും ഉപകാരപ്പെടുന്നത്. വെറും ഒരു ഹൃദയമുണ്ടായിട്ട് കാര്യമില്ലെന്നർത്ഥം. രണ്ടാമതായി ശ്രദ്ധിച്ചു കേൾക്കാൻ കഴിയണം, അതായത് മനസാന്നിധ്യത്തോടുകൂടി ഞാൻ ആവശ്യക്കാരനാണ് എന്ന ചിന്തയോടുകൂടി ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാൽ ഈ സമുദായത്തെ ഭൂമിയിൽ നിന്ന് ഒന്നടങ്കം അള്ളാഹു നശിപ്പിച്ചില്ലെന്ന് പ്രവാചകൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നൽകിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യം ചോദിച്ചു. എന്റെ റബ്ബിനോട് ഞാൻ 3 കാര്യങ്ങൾ ചോദിച്ചു, അതിൽ 2 നൽകി, 1 തടഞ്ഞു. എന്റെ ഉമ്മത്തിനെ വളർച്ച കൊണ്ട് നശിപ്പിക്കരുത് എന്ന് ഞാൻ റബ്ബിനോട് ചോദിച്ചു, അതെനിക്ക് നൽകി. എന്റെ ഉമ്മത്തിനെ മുക്കി നശിപ്പിക്കരുത് എന്ന് ചോദിച്ചു, അതും നൽകി. അവർക്കിടയിലെ ഭിന്നത വെക്കരുതെന്ന് ഞാൻ ചോദിച്ചു, അതെനിക്ക് തടയുകയും ചെയ്തു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പാപങ്ങൾ നിർബന്ധമായും നാം വെടിയണം. പാപങ്ങളുടെ വലിപ്പ ചെറുപ്പത്തിലല്ല, മറിച്ച് ആർക്കെതിരെയാണ് പാപം ചെയ്യുന്നതെന്ന് നോക്കുക. പാപങ്ങൾ കാരണം നമ്മുടെ ഹൃദയങ്ങൾ പോലും കറുത്തുപോകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ നുഖിത ഫീ ഖൽബിഹി നുഖ്ത, അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി പോകും, ഒരു കറുത്ത പുള്ളി, സൗദാ, കറുത്ത പുള്ളി പോകും. ഫൈദാ താബ വനസഅ വസ്തഗ്ഫറ, അവൻ തൗബ ചെയ്യുകയും
അതുപോലെ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ അവന്റെ ഹൃദയം ശുദ്ധമാക്കപ്പെടും. വൈൻ സാദത് അത് വർദ്ധിച്ചാൽ, ആ തിന്മ എങ്ങനെ വർദ്ധിപ്പിച്ചാൽ അവന്റെ ഹൃദയം മുഴുവൻ നിറയുന്നത് വരെ അത് വർദ്ധിക്കും. പിന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത, അവന്റെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ അവനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹൃദയത്തിന് പൂട്ടിടുന്നതാണ്. അവർ പ്രവർത്തിച്ചതിന്റെ കാരണം അവരുടെ ഹൃദയങ്ങൾക്ക് ശീല വെക്കുന്നതാണ്, പൂട്ടിടുന്നതാണ്. പിന്നെ ഒന്നും അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കൂല, ഒന്നും മനസ്സിലാവൂല. ഒരു ചവിടിക്കൂടി കേൾക്കും, മറ്റേ ചവിടിക്കൂടി വിടുന്ന രീതിയായിരിക്കും പിന്നെ ഉണ്ടാവുക. വൻ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കണം. ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു, വിരോധിക്കപ്പെട്ടതിൽ വൻദോഷത്തിൽ നിന്ന് നിങ്ങൾ വർജിക്കുകയാണെങ്കിൽ, നുകഫിറൻകും സയ്യാത്തിക്കും, നിങ്ങളുടെ തിന്മകൾ ഞാൻ പുറത്തു തരും. വനുദ്ഖിലുക്കും മുദ്ഖലൻ കരീമ, മാന്യമായ പ്രവേശന സ്ഥലത്ത് നിങ്ങളെ നാം പ്രവേശിപ്പിക്കും, സ്വർഗ്ഗത്തില്. ചെറുപാപങ്ങളും നാം സൂക്ഷിക്കണം. ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇയ്യാകും വമുഹഖറാത്തി ദുനൂബ്, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക, അതുപോലെ ദോഷത്തിൽ ചെറിയ ദോഷങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നഹുന്ന, തീർച്ചയായും അവകൾ യജ്തമിഅന അലർ റജുലി ഹത്താ യുഹ്ലികുനഹു, അവനെ നശിപ്പിക്കുന്നത് വരെ അതങ്ങ് ഒരുമിച്ച് കൂടുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.